ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പാൻറ്റിൻ്റെ കട്ടിങ് ആണ് കേട്ടോ. പാൻറ്റിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സിഗരറ്റ് പാൻറ്റൊക്കെ തയ്ക്കുമല്ലോ, നമ്മൾ സിഗരറ്റ് പാൻറ്റിൻ്റെ മോഡലിൽ സാദാ പാൻറ്റ് നമ്മളതെങ്ങനെ തയ്ക്കാൻ നോക്കാം. നമ്മളാദ്യം ക്ലോത്ത് നാലാക്കി മടക്കി അപ്പോൾ നമ്മൾ ക്ലോത്ത് ഇങ്ങനെ നാലായിട്ട് മടക്കി നമ്മൾ അതിൻ്റെ അളവെടുത്ത് നോക്കാം എത്രയാണ്. നമുക്ക് ബോട്ടം 35 ഇഞ്ചാണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ലോത്തിന് ഇപ്പോൾ ലൈൻ നമ്മൾ നാലായി മടക്കുന്ന സമയത്ത് ഇതിങ്ങനെ നേരെ വരുന്ന ലൈനും ഇതിങ്ങനെ താഴ്ന്ന് വരുന്ന ലൈനും കണ്ടില്ല. അതായത് നമ്മൾ നാലായി മടക്കുമ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ വെക്കണം. ഇതേപോലെ തന്നെ നേരെ വരുന്ന പോലെ തന്നെ ഇത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാൻറ്റ് നേരെയും വർക്ക് വരും, ഒരു പാൻറ്റ് തല കീഴായിട്ടും വർക്ക് വരും. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പീസ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വെച്ചിട്ട് കട്ട് ചെയ്യണം. അത് നമുക്കിതിൻ്റെ ലെങ്ത്ത് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ലെങ്ത്ത് വരുന്നത് 35 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് 2 ഇഞ്ച് എലാസ്റ്റിക്കിനും താഴത്തേക്ക് ഒരു 2-3 ഇഞ്ച് ഇടാം. ഒരു 5 ഇഞ്ച് എക്സ്ട്രാ എടുക്കാം. താഴത്തേക്ക് 3, മുകളിലേക്കും 2 കൂടെ. അപ്പോൾ നമുക്ക് 35ൻ്റെ പ്ലസ് 5 കൂടി നമുക്ക് 40 ഇഞ്ച് വരും അല്ലേ. അപ്പോൾ നമുക്ക് 40 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 40 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് കട്ട് ചെയ്ത് പോരണം. അത് കട്ട് ചെയ്തിട്ട് 1 പീസ് 2 പീസ് വേറെ വേറെ എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും. ഈ വർക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇത്ര പീസ് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള പീസ് നമുക്ക് വെറുതെ വെട്ടി കളയണ്ട. നമുക്ക് ആവശ്യമുള്ളത് മാത്രം വെട്ടിയിട്ട് ബാലൻസ് നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് മുറിച്ചെടുത്താൽ നമുക്ക് ഇപ്പോൾ ഇത്രയും പീസ് നമുക്ക് അധികം വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്ക് മൊത്തം വേണ്ടത് 5 ഇഞ്ച് അധികം കൂട്ടിയിട്ട് 40 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 40 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കോട്ടൺ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് കോട്ടൺ ഡ്രസ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുറച്ച് അധികം എടുത്ത് കട്ട് ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അലക്കി കഴിയുമ്പോൾ ചുരുങ്ങിപ്പോകും. നമുക്കിത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഇത് നേരെ തല തിരിച്ച് വയ്ക്കാം. ഇത് നമ്മളിങ്ങനെ നേരെ വെച്ചു. നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് 2 പീസും നേരെ നമുക്ക് കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാല് കാല് തല തിരിഞ്ഞും ഇനിയൊരു കാല് നേരെയും അങ്ങനെയാണ് നമുക്ക് വർക്ക് വരും. ഇപ്പം നമുക്ക് രണ്ടും കറക്റ്റായിട്ട് വർക്ക് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. നമുക്ക് വേണ്ടത് 35 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 40 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് അധികം എടുത്ത് 40 ഇഞ്ച്, ഒരു ഇഞ്ചും കൂടെ എക്സ്ട്രാ, 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഉണ്ട്. നമുക്ക് കോട്ടൺ അല്ല, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിൻ്റെ ബോട്ടം മാർക്ക് ചെയ്യാം. ബോട്ടം നമുക്ക് വരുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സിഗരറ്റ് പാൻറ്റ് മോഡലാണ് സാധാ പാൻറ്റ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ സിഗരറ്റ് പാൻറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിഗരറ്റ് പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം നമുക്ക് കയറി പോവില്ല. നമ്മൾ നടക്കുന്ന സമയത്ത് ഈ നടയുടെ ഭാഗം ഇങ്ങനെ കയറിപ്പോകും. അങ്ങനെ കയറിപ്പോകില്ല സിഗരറ്റ് പാൻറ്റ് ഇടുമ്പോൾ. അത് 2 ഭാഗം സ്റ്റിച്ച് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മോഡലാണ് നമ്മൾ സാധാ പാൻറ്റ് തയ്ക്കുന്നത്, 2 ഭാഗം സ്റ്റിച്ച് ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം മാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമുക്കൊരു 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചിൽ ആദ്യം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഈ ഫോൾഡ് ചെയ്ത ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്ത ഭാഗം 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് നേരെ വരഞ്ഞു കൊടുക്കാം. ഈ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ചിട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റിച്ച് വന്നാൽ നമുക്ക് സിഗരറ്റ് പാൻറ്റിൻ്റെ മോഡലിൽ നമുക്ക് പാൻറ്റ് അതിന് വേണ്ടിയിട്ടാണ്. സിഗരറ്റ് പാൻറ്റിൻ്റെ അത്രയും റിസ്ക് എടുത്ത് കട്ട് ചെയ്യും വേണ്ട, നമുക്ക് അറിയാത്തൊരു പ്രശ്നം വേണ്ട. ഇതാകുമ്പോൾ നമുക്ക് അത്ര റിസ്ക് ഇല്ല. സാധാ പാൻറ്റിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് ആദ്യം ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഈ സൈഡിൽ ആദ്യം നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തു.
ഒന്നും കൂടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ 1 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക് വേണം നമുക്ക് പാൻറ്റിൻ്റെ മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ലൂസ് എടുക്കുന്നത് ഒരു 7 ഇഞ്ച് ലൂസ് എടുക്കുന്നത്. കുറച്ച് ലൂസിലാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതൊക്കെ നമുക്ക് ടൈറ്റായി തയ്ക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ അളവിൽ തയ്ക്കാം. നമ്മളിപ്പോൾ കുറച്ച് ലൂസിലാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് എടുത്തു, പ്ലസ് ഒരു 1.5 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തു. ഇനി ഇവിടെ നിങ്ങളുടെ നമുക്ക് 3 ഇഞ്ചാണ് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തത്. നമ്മൾ 3 ഇഞ്ചാണ് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 3 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളത് ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇത് ബോട്ടം സൈഡ് ഭാഗമാണ് കേട്ടോ, താഴെ ഭാഗമാണ്. താഴെ ഭാഗം നമ്മൾ 3 ഇഞ്ചാണ് മടക്കി തയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. മൊത്തം 5 ഇഞ്ചല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഇഞ്ച് എടുത്ത് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തു. ഇനി നമുക്ക് മുകൾ സൈഡ് ഇവിടെ ഇങ്ങനെ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ ലൈൻ വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഇഞ്ചാണ് നമ്മൾ ഈ 2 ഇഞ്ച് എലാസ്റ്റിക് വെക്കാനുള്ളതാണ് കേട്ടോ. എലാസ്റ്റിക് വെക്കാനുള്ള 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അവിടേക്ക് നേരെ ഒരു കോഡ് വരയ്ക്കുക. നേരെ 2 ഇഞ്ചിൽ നമ്മൾ ലൈൻ വരഞ്ഞു. ഈ 2 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക് വെക്കാനും ഇവിടെ നിങ്ങട്ട് 2 ഇഞ്ച് തള്ളി. ഈ 2 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുക. 2 ഇഞ്ച് ഇങ്ങോട്ട് എലാസ്റ്റിക് ഈ 2 ഇഞ്ച് നമ്മൾ മുകളത്തെ ഭാഗത്തു നിന്നാണ് 2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് അത്രയും ക്ലോത്ത് മതി. ഈ ക്ലോത്ത് നമുക്ക് ആവശ്യമില്ല. ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം. പൈപ്പിങ് വെക്കാനോ കയ്യിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തു, താഴെ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ അരവണ്ണാണ് വേണ്ടത്. അരവണ്ണം നമുക്ക് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അരവണ്ണത്തിൻ്റെ ലൂസ് വരുന്നത് 39 ഇഞ്ചാണ്. 39 ഇഞ്ചാണ് അരവണ്ണം വരുന്നത്. 39ൻ്റെ കൂടെ നമ്മളൊരു 10 ഇഞ്ചും കൂടെ മാർക്ക് അധികം എടുക്കുക. അപ്പോൾ നമുക്ക് 49 കിട്ടും. ഈ 49ന് നമ്മൾ റൗണ്ട് ആക്കിയിട്ട് 50 എടുക്കാം. നമുക്ക് എന്തായാലും ലൂസിൽ വേണം പാൻറ്റ്, അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ എടുക്കുന്നത്. ഇവിടെ എത്ര ലൂസ് എടുത്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ അധികം ലൂസ് എടുക്കുന്നത് നല്ലതാണ്. കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്ക് ഭാഗമൊക്കെ കീറിപ്പോകും പെട്ടെന്ന്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര എക്സ്ട്രാ എടുക്കണോ അത്രയും നല്ലത് തന്നെയാണ് ഈ ഭാഗം, സീറ്റ് ഭാഗം. അപ്പോൾ ഈ 50ൻ്റെ 4/1 ഭാഗം നമ്മൾ എടുക്കുക. അപ്പോൾ 50ൻ്റെ പകുതി നമുക്ക് 25 വരും. 25ൻ്റെ പകുതി 12.5 വരും. അപ്പോൾ നമുക്കിവിടെ 12.5 മാർക്ക് ചെയ്യാം. ഈ 12.5 മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ഇഞ്ച് ഈ വിട്ട് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. 12.5 ഉള്ളത് നമ്മളൊരു 13 എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു 13 എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, അതായത് ഈ യോക്ക് ലെങ്ത്ത്, ഇതിൻ്റെ താഴത്തേക്കുള്ള ലെങ്ത്ത് അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ലെങ്ത്ത് കിട്ടിയിരിക്കുന്ന എത്രയാണ്? 35 ആണ്. അപ്പോൾ 35 + 5, 35ൻ്റെ കൂടെ 5 ഇഞ്ച് കൂട്ടുക, /3. അപ്പോൾ കിട്ടുന്നത് എത്രയാണോ അത്രയാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്ക് 13.3 കിട്ടിയിട്ടുള്ളത്. 13.3 നമ്മളൊരു 13.5 ഇട്ടിട്ടുണ്ട്. അപ്പോൾ 13.5 നമ്മൾ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു 13 മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എപ്പോഴും ബട്ടൺ തയ്ക്കുന്ന സമയത്ത് സീറ്റ് ഭാഗം കുറച്ചും കൂടെ അധികം എടുത്തിട്ട് തയ്ക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടു പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അധികം എടുത്ത് തയ്ക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ലൈൻ വരഞ്ഞെടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടൊരു 3 ഇഞ്ച് എടുക്കാം. നമ്മളിവിടെ ലൈൻ വരഞ്ഞെടുത്തു, കണ്ടില്ലേ? കാണുന്നില്ലേ ലൈന്?
നമ്മൾ 13.5 ഒരു ലൈൻ വരച്ചെടുത്ത് 13.5 നമുക്ക് എങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ ലെങ്ത്തിൻ്റെ കൂടെ 5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ മൂന്നിലൊരു ഭാഗം എടുത്തപ്പോഴുള്ള ലെങ്ത്താണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് മാർക്ക് ചെയ്താൽ നമ്മൾ 2 ഇഞ്ച് എലാസ്റ്റിക് വെക്കാൻ വേണ്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ 13.5 മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ 2 ഇഞ്ച് വിട്ടിട്ടാണ് കേട്ടോ നമ്മൾ 13.5 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കർവ് ഇങ്ങനെ കൊടുക്കാം. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് കൊടുത്തു. ഇനി നമുക്ക് താഴത്തോട്ടുള്ള ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് താഴെ ഭാഗം നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇതിങ്ങനെ കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് നേരെ കൊടുക്കാം. ഇവിടെ നിന്ന് ഒന്ന് കർവാക്കി കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ്. നമ്മൾ എക്സ്ട്രാ ഇവിടെ ഒരു 1 ഇഞ്ച് അധികം വിട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിത് കട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൻറ്റിൻ്റെ കട്ടിങ്. ഈസിയാണ് പാൻറ്റിൻ്റെ കട്ടിങ്. അപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 1 ഇഞ്ച് നമ്മൾ അധികം വിട്ടത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് തയ്ക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞു അല്ലേ? നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. നമ്മൾ പാൻറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ആ 1 ഇഞ്ച് എക്സ്ട്രാ വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടു. പിന്നെ നമ്മളൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ലൂസ്, പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 1 ഇഞ്ച് എക്സ്ട്രാ വെച്ചത് മാർക്ക് ചെയ്തത് അതിലെ കൂടെ ഒരു തയ്യൽ കൊടുക്കുക. നമ്മളിത് ബാക്ക് ഭാഗമാണ് വെച്ച് മാർക്ക് ചെയ്യേണ്ടത്. ഉൾഭാഗം നല്ല ഭാഗം ഈ ഭാഗത്തേക്കും ചീത്ത ഭാഗം പുറത്തേക്കും വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എപ്പോഴും. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കാലം നമ്മൾ തയ്ച്ചു. ഇനി അടുത്ത കാലം തയ്ക്കുക. അപ്പോൾ ഒരു കാലം നമ്മൾ മാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത കാലിൽ മാർക്കിംഗ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കാം. ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടിഭാഗം മടക്കി തയ്ക്കാം. നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3 ഇഞ്ച് ലെങ്ത്ത് ഇട്ട് കൊടുത്ത് ഇവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിങ്ങിക്ക് 2 ഭാഗത്ത് നേരെ മടക്കാം. കട്ടിങ്ങിൽ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കി കൊടുക്കാം. ഇനി നമുക്കിത് തയ്ക്കാം. മറ്റേ കാലും അതുപോലെ തയ്ക്കാം. ഇപ്പോൾ 2 കാലം നമ്മൾ തയ്ച്ചു. നമുക്കിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം.
രണ്ട് കാൽഭാഗവും അടിഭാഗം പതിച്ചടിക്കാം. ഇതിൻ്റെ കൂടെ തയ്ച്ചെടുക്കാം. രണ്ട് കാലം നമ്മൾ തയ്ച്ചു. ഇനി നമുക്ക് മുകൾ ഭാഗം സൈഡ് രണ്ടും ജോയിൻ്റ് കൊടുക്കാം. മുൻഭാഗവും ബാക്ക് ഭാഗവും കൂടെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെരിഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഭാഗമാണ് നമ്മൾ തയ്ക്കുന്നത്. അത് രണ്ടും കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ മതി, കുറേ വീതി വേണ്ട. നമുക്കൊരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചാൽ മതി. രണ്ട് സ്റ്റിച്ചായിട്ട് തയ്ച്ചെടുക്കണം. നമ്മളത് ഡബിൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇലാസ്റ്റിക് വെച്ചിട്ട് ഇനി നമുക്ക് ജോയിൻ്റ് കൊടുക്കാം. ഇലാസ്റ്റിക് നമുക്ക് മുറിച്ചെടുക്കാം. 34 ഇഞ്ചാണ് ഷേപ്പിൻ്റെ റൗണ്ട്. ഷേപ്പ് റൗണ്ട് നമുക്ക് വെസ്റ്റ് റൗണ്ട് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ 2 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. 32 ഇഞ്ച് ഇലാസ്റ്റിക് എടുക്കാം. നമ്മൾ 2 ഇഞ്ച് ഇലാസ്റ്റിക് എടുത്തു. ഇലാസ്റ്റിക് എപ്പോഴും റോളായിട്ട് ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം ഉണ്ടാവും. നമ്മൾ ഓരോരോ മീറ്റർ മേടിക്കുമ്പോൾ നല്ല വിലയായിരിക്കും. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമുക്കിതൊന്ന് ഒരു 1/4 ഇഞ്ച് മടക്കി തയ്ക്കാം. നമ്മൾ തയ്ച്ചു. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇലാസ്റ്റിക് വെക്കുമ്പോൾ ആദ്യം നമ്മൾ തയ്ക്കുന്ന സമയത്ത് ഈ ഇലാസ്റ്റിക് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് പതിച്ചടി കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തയ്ക്കാം. ഇലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ മടക്കി തയ്ച്ചെടുക്കണം. തയ്ക്കുന്ന സമയത്ത് ഇലാസ്റ്റിക്കിൽ നമ്മുടെ തയ്യൽ വീഴാൻ പാടില്ല. ഈ ക്ലോത്തിൽ വേണം വീഴാൻ. ഇലാസ്റ്റിക് ഇങ്ങനെ ലൂസായിട്ട് തന്നെ കിടക്കണം. അപ്പോഴേ നമുക്കിതിങ്ങനെ വലിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ല, ഇതിങ്ങനെ വലിക്കണമെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇതിൽ തട്ടാതെ തയ്ക്കണം. എപ്പോഴും പതുക്കെ ക്ഷമയോടെ തയ്ക്കുക. അപ്പോഴേ നമുക്ക് നല്ല ഫിനിഷിങ് തയ്ക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ട് ഫുള്ളും തയ്ക്കുക. എന്നിട്ട് ഈ ലാസ്റ്റ് ഭാഗം നമുക്ക് അതേപോലെ ഒന്ന് തയ്യലിട്ട് കൊടുക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് തയ്ക്കാം. വലിച്ചു കൊടുത്തിട്ട് ഇനി തയ്ക്കുമ്പോൾ ആദ്യം കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നല്ല നിവർത്തി കൊടുക്കണം. എന്നിട്ട് വേണം വലിച്ചു പിടിച്ച് തയ്ക്കാൻ.
ഇലാസ്റ്റിക് തയ്ച്ചു. അല്ല, ഇലാസ്റ്റിക് നേരെ വെച്ച് നമ്മൾ തയ്ച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ സൈഡും കൂടെ അതേപോലെ ജോയിൻ്റ് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഈ രണ്ടും ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ എലാസ്റ്റിക് വെച്ച ഈ ഭാഗം, ഈ രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് പതിച്ചു കൊടുക്കും. അതിങ്ങനെ വിടർന്ന് നിൽക്കാണ്ടിരിക്കാനാണ് നമ്മൾ ആ ഓപ്പണായ ഭാഗം നമ്മളിതൊന്ന് പതിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈഡ് രണ്ടും ജോയിൻ കൊടുത്ത് നമുക്ക് കാൽഭാഗം തയ്ക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്യണം. നമ്മൾ ഒരു ഭാഗം 1 ഇഞ്ച് വെച്ച് തയ്ച്ചിട്ടുണ്ട്. മറ്റേ ഭാഗം കൂടെ എടുത്തിട്ട് നമുക്ക് തയ്ക്കാം. ഈ ജോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ജോയിൻ്റ് കൊടുക്കാം. ഇവിടെ ഈ ജോയിൻറ്റ്, ഈ രണ്ട് ജോയിൻറ്റും കൂടി വരുന്ന സമയത്ത് നമ്മളിത് കറക്റ്റായിട്ട് വെച്ച് ഒരു ഭാഗം അങ്ങോട്ടും ഇനിയൊരു ഭാഗം ഇങ്ങോട്ടും, അതായത് താഴെ ഭാഗവും മേൽഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് തയ്ക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുന്ന സമയത്ത് നമുക്ക് പാൻറ്റ് മുകളിലോട്ട് കയറില്ല. അല്ലാന്നുണ്ടെങ്കിൽ നടഭാഗം നമുക്കിങ്ങനെ മുകളിലോട്ട് കയറി ഒരുമാതിരി നിൽക്കും. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് സിഗരറ്റ് പാൻറ്റ് ഇട്ട പോലെ ഉണ്ടാവും. നമുക്ക് മുകളിൽ കയറില്ല. നല്ല ഇതായിട്ട് ഇടാം. നമുക്ക് ടൈറ്റായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ലൂസായി തയ്ച്ചതുകൊണ്ട് ആ ഒരു ടൈറ്റും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സാദാ പാൻറ്റിലൊരു സിഗരറ്റ് പാൻറ്റ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റ്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.